ഹലോ! എന്തുണ്ടാക്കണമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് എന്നാൽ പിന്നെ പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 പച്ചമുളക്, ഒരു അരമുറി സവാള, പിന്നെ കുറച്ച് ഗാർലിക്. ഇനി അതിന് വേണ്ട പൊടികൾ എന്ന് പറയുന്നത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളം. പിന്നെ ഞാനിവിടെ പയർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ സ്റ്റൗ ഓണാക്കി പാൻ വെച്ചു, 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. അതിലേക്ക് ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക് ഇട്ടു. അപ്പം നമ്മുടെ വെളുത്തുള്ളി ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഇളക്കി കൊടുക്കുക. അത് ചെറിയൊരു ഗോൾഡൻ കളർ ആയതിന് ശേഷം നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ഒരു ട്രാൻസ്പെറൻറ്റ് കളർ ആവുന്നിടം വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പം ഏകദേശം ഒരു ട്രാൻസ്പെറൻറ്റ് കളറായി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. അപ്പം നമുക്കിനി അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ആദ്യം ഇടുന്നത് മുളക് പൊടിയാണ്. അത് 1 സ്പൂണാണ് ഇടുന്നത്. മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂണും. അപ്പം നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ കാണുന്നവരൊക്കെ മാക്സിമം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കണം കേട്ടോ. അപ്പം നമ്മുടെ പൊടിയുടെയൊക്കെ പച്ചമണം ഇവിടെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പയർ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് എടുത്തു വെച്ചിരുന്ന ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനിവിടെ എനിക്ക് ആവശ്യമുള്ള ഉപ്പാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഒരു അളവിലുള്ള ഉപ്പ്, അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഈ സമയത്ത് നമ്മൾ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ച് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇവിടെ ഞാൻ കുരുമുളക് പൊടി ഒരു 1/2 സ്പൂണാണ് കേട്ടോ ഇടുന്നത്. എൻ്റെ എരിവിന് പാകത്തിനുള്ളതാണ് ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് അതിലും കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ ഇടാം. എന്നിട്ട് ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ അടച്ച് വെച്ചിട്ട് പിന്നെയും നമ്മുടെ പയർ വെന്ത് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി പയർ മെഴുക്കുവരട്ടി വെച്ച് കഴിഞ്ഞു.